കണ്ട ദൃശ്യങ്ങൾ തൃപ്പൂണിത്തുറ സ്വദേശിയായിട്ടുള്ള കണ്ണൻ തൻ്റെ ഫാമിലിയുമൊത്ത് മലപ്പുറത്തേക്ക് കാറിൽ പോകുമ്പോൾ കാറിലെ ഡാഷ് ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങളാണ്. അതായത് ട്രാക്ക് തെറ്റിച്ചെത്തിയ ലോറി. ആരെയും പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണത്. ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാം. ആ കാറിൽ സഞ്ചരിച്ച കണ്ണൻ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. കണ്ണ, എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? ഞാൻ എൻ്റെ ഫാമിലി, എൻ്റെ വൈഫ്, കുട്ടി, വൈഫിൻ്റെ മദർ, ഞങ്ങൾ മലപ്പുറത്ത് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുമായിരുന്നു. ഏകദേശം ഒരു 5:30 അടുത്തിട്ടുണ്ടാകും. അപ്പം ഈ പുന്നയൂർ ഭാഗത്ത് കുറച്ച് ഏരിയയിൽ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അവിടെ കഴിഞ്ഞിട്ട് ലൈൻ ഉണ്ടായിരുന്ന നല്ല രീതിയിൽ ട്രാഫിക്കുള്ള ഹൈവേയിലേക്ക്, പുതിയ ഹൈവേയിലേക്ക് കയറി ഒരു 6 കിലോമീറ്ററോളം ഞങ്ങൾ മുന്നോട്ട് പോയതിന് ശേഷം എൻ്റെ സൈഡിലൊരു മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ലോറി പോന്നു. അപ്പോൾ വലിയ ലോറി അത് വലിയൊരു ലോറി. അപ്പോൾ അത് പതുക്കെയാണ് പോകുന്നത്. അപ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഞാനും അധികം സ്പീഡിലല്ല. നോർമലി നമ്മൾ ഈ റോഡിൽ കയറിയ സ്പീഡ് എടുക്കാറുണ്ട്, ഞാനും എടുക്കാറുള്ളതാണ്. ഫാമിലി ആയിട്ടൊരു ജോളി മൂഡിൽ പോകുന്നതുകൊണ്ട് നമ്മൾ പതുക്കെയാണ് പോയത്. അപ്പോൾ ഈ വണ്ടിയെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ റൈറ്റിൽ ഓവർടേക്ക് ചെയ്യുന്ന ട്രാക്കിലേക്ക് വണ്ടി എടുത്തു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലൊരു കാറുണ്ടായിരുന്നു. ആ കാർ പെട്ടെന്ന് വെട്ടിച്ച് മാറ്റിയപ്പോഴാണ് ഞാൻ ഈ ഒരു ലോറി വരുന്നത് കണ്ടത്. എനിക്ക് ലെഫ്റ്റിലോട്ട് വെട്ടിക്കാനും പറ്റില്ല, റൈറ്റിൽ ബാരിക്കേഡ് ആണ്, ലെഫ്റ്റിൽ ഈ ലോറിയാണ്. ഭാഗ്യത്തിന് ഞാൻ സ്ലോ ആയിരുന്നുകൊണ്ടും ആ ലോറി കറക്റ്റ് മാറുകയും ഞാൻ ലെഫ്റ്റിലേക്ക് വണ്ടി മാറ്റുകയും കൂടെ ആയിരുന്നു. അപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട്, ബാക്കിൽ നിന്ന് ഏതെങ്കിലും വണ്ടി വരുവാണെങ്കിൽ വീണ്ടും എനിക്ക് ഇടി കിട്ടുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷേ വലിയൊരു അപകടം ഉണ്ടായിരുന്നത് കണ്ണൻ്റെ പുറകിൽ വണ്ടിയില്ലായിരുന്നു എന്നുള്ളത്. അതെ, അതൊരു വലിയൊരു ഭാഗ്യമാണ്. കാരണം ആ സമയത്ത് സൈഡിലോ ബാക്കിലോ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിൽ നിന്നുള്ള ഇടി നമ്മൾ നേരിട്ട് ചെന്നിട്ട് ഈ ലോറിയിൽ ഇടിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ എന്താ തോന്നിയത്? പാനിക്കായി. ഞാനൊന്നും മിണ്ടിയില്ല, കാരണം എൻ്റെ കൂടെ ഉള്ളവർ ലേഡീസും കുട്ടിയാണ്. അപ്പോൾ അവർ നിലവിളിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ആ ക്യാമറയുടെ ഓഡിയോയിൽ കേൾക്കുന്നു. ഞാൻ അത്ര എൻജോയ് ചെയ്ത് വന്നൊരു മൊമെൻ്റ് ആയിരുന്നു. പിന്നെ ഞാനത് ഒരു നിമിഷം എനിക്കും പകച്ചുപോയി. പിന്നെ ഞാൻ കുറച്ച് ദൂരേക്ക് മാറ്റി വണ്ടി ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് റിലാക്സ് ആയതിനു ശേഷമാണ് പിന്നെ വണ്ടി എടുത്തത്. അതിന് തൊട്ട് മുമ്പ് ഒരു കാറ് ആ ലോറി ഓവർടേക്ക് ചെയ്തുകൊണ്ട്, പക്ഷേ ഒരു 2-3 സെക്കൻഡ് ആയിരുന്നു. പക്ഷേ കാറിന് ആ കാറിന് ഹിറ്റ് സംഭവിച്ചാണ്. അവർ പെട്ടെന്ന് അവരെ എടുത്ത് മാറ്റി. അവരും ശ്രദ്ധിച്ചു. കാരണം നമ്മുടെ ആരുടെയും മൈൻഡിലില്ല. കാരണം ഓപ്പണായി കിടക്കുന്ന ഹൈവേ, അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ എറണാകുളം ഭാഗത്തേക്കുള്ള വണ്ടികൾ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു വണ്ടി ഇവിടെ വരുമെന്ന് ആരും മനസ്സിൽ പോലും വിചാരിക്കുന്നില്ല. ഡ്രൈവറെ സംബന്ധിച്ച് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ആ ലോറി ഡ്രൈവർ ചെയ്തിരിക്കുന്നത്. എന്തായാലും കണ്ണൻ അത്തരത്തിൽ നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നീങ്ങിയിട്ടുണ്ടോ? ഗതാഗത മന്ത്രിക്കും പിന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജ് സാറിനും RTOയ്ക്കും ഒക്കെ ആയിട്ടൊരു ഇമെയിൽ സന്ദേശം, ഇമെയിലിൽ പരാതി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഭാഗത്തു നിന്നൊരു മറുപടി എനിക്ക് ലഭിച്ചു. ഇന്നിപ്പോൾ ഈവനിങ് ആയപ്പോഴത്തേക്ക് അവർ വേണ്ട നിയമ നടപടി സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ക്യാമറയിലെ ആ ദൃശ്യങ്ങളിൽ കൃത്യമായിട്ട് ആ വണ്ടിയുടെ വാഹന നമ്പറൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാം. തീർച്ചയായിട്ടും അതിനകത്ത് എല്ലാ വണ്ടിയുടെ നമ്പറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഈവനിങ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം ഒന്ന് ഈ പരിവാഹൻ സൈറ്റിൽ നോക്കിയപ്പോഴാണ് ഈ ഒരു ചെല്ലാൻ 142 ചെല്ലാനാണ് ഈ വണ്ടിയുടെ പേരിലുള്ളത്, ഈ വാഹനത്തിനുള്ളത്. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായത്. ഈ വണ്ടി ഓടിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഈ വണ്ടി ഇത്തരം ഒരു കണ്ടിന്യൂസ് ആയിട്ട് കുറ്റം ചെല്ലാൻ ഉള്ള ഒരു വണ്ടിയാണ്. ലാസ്റ്റ് ഉള്ള 2 ചെല്ലാൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. കാരണം അത് 25,000 ആൻഡ് 29,000 ആണ്. അപ്പോൾ ഓരോ ചെല്ലാനകത്ത് കിടക്കുന്നത് ഇതിന് ഇൻഷുറൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇടിക്കാൻ വന്ന സമയത്ത് ആ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവില്ല. വലിയൊരു അപകടത്തിൽ നിന്നാണ് കണ്ണനും കുടുംബവും രക്ഷപ്പെട്ടത്. 140-ലധികം നിയമലംഘനങ്ങളാണ് ആ ലോറി നിന്നുണ്ടായിരിക്കുന്നതെന്നാണ് കണ്ണൻ RTO ഇതുവഴി നോക്കിയപ്പോൾ മനസ്സിലായത്. ഏതായാലും ഇത്രയും വലിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടും ആ ലോറി ഇങ്ങനെ ഈ സമൂഹത്തിലൂടെ ഇങ്ങനെ ചീറിപ്പായുകയാണ്. എന്തായാലും ഒരിക്കലും ഒരു ഡ്രൈവറും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ആ ലോറി ഡ്രൈവർ ചെയ്തത്. എന്തായാലും കൃത്യമായൊരു നടപടി മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ MVDയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകണം എന്നതാണ് കണ്ണൻ്റെയും ആവശ്യം. അത് പൊതുസമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് കൂടി ഗുണകരമാകും. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.